അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി. സോറി ഗൈസ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ വീഡിയോനെ കുറിച്ച് മറന്നേ പോയി. അപ്പോൾ ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസ്കോർ തന്നെയാണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡെസ്കോർ ഉണ്ടാക്കാവോ എന്ന്. ആ കമൻറ്റ് ലാസ്റ്റ് ഞാനിവിടെ പിൻ ചെയ്യാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പടമോ ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെയോ വരച്ചെടുക്കും. ഡ്രോയിങ്ങിൽ കഴിവുള്ള ആൾക്കാരൊക്കെ ഒന്ന് വരച്ചെടുക്കുക, അല്ലാത്തവർ ട്രേസ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം വരച്ചെടുത്തിട്ട് അതിൻ്റെ പിന്നിൽ ഒരു പേപ്പർ മടക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം പിന്നിലും നമുക്കൊരു പീസ് വേണം. അടിയിൽ അതിൻ്റെ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം ആ ഒരു ക്യാരക്ടർ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് മടക്കിയിട്ട് അതിൻ്റെ ചുറ്റും നിങ്ങളിങ്ങനെ സിക്സാക്ക് എന്നൊക്കെ പറയണ പോലെ ഒന്ന് കട്ട് ചെയ്ത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അത് മടക്കിയിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഈ വരച്ചെടുത്ത ഒരു ക്യാരക്ടറാണ്, ഞാനിപ്പോൾ ഇവിടെ മെലഡിയാണ് വരച്ചെടുത്തിട്ടുള്ളത്, അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലത്തെ പീസ് ഒട്ടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതുപോലെ വരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ പ്രിൻട്രസ്റ്റിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ തീമിലുള്ള ഒരു ഡെസ്കോർ കാണുമെന്ന് വെച്ചോ, അത് അപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. അത് നോക്കി വരച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഇത് പിന്നെ നേരെ നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആ വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തിലൊക്കെ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഫൈനൽ ലുക്ക് ഏതായാലും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ടാറ്റാ. സോറി ഗൈസ്, ഞാൻ എത്ര പിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് പിന്നാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ മതി. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.